അനുശോചനക്കുറിപ്പ് അവതരിപ്പിക്കാൻ OERയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ S. സന്തോഷ് കുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ കാലയളവിൽ നിരവധി കുടുംബങ്ങളാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. അസോസിയേഷൻ നികത്താനാവാത്ത വലിയ നഷ്ടം സംഭവിച്ച ഒരു കാലഘട്ടമാണ് കടന്നു പോയത്. നമ്മുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട പ്രിയങ്കരായിരുന്ന സർവശ്രീ OERയുടെ ശ്രീ K. ജയകുമാർ, K. സോമൻ, രാധ, ലക്ഷ്മിക്കുട്ടി, ഗീത, സുരപാല, K. രാജേശ്വരി അമ്മ, സതീഷ് ബാബു, K. ശശി, അഭിഷേക്, S. രാജീവ്, രമേശൻ, ബാഹുലയൻ, N. രവീന്ദ്രൻ, D. കുമ്മലമ്മ, കുഞ്ഞുമണി, ചന്ദ്രിക, ലീലാകുമാരി, ഭാസ്കരൻ നായർ, കൃഷ്ണൻ, വത്സലകുമാരി, സുനിൽ രാജ്, S. രാമചന്ദ്രൻ, കൃഷ്ണൻ N, ക്യാപ്റ്റൻ K. മോഹനൻ, P. K. രാമചന്ദ്രൻ, പൊന്നമ്മ എന്നിവർ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞത്. കഴിഞ്ഞ കാലയളവിൽ ഭാരതത്തിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ജവാന്മാർ, മൺമറഞ്ഞുപോയ കലാ, കായിക, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ ആദരണീയർ തുടങ്ങിയവർ എല്ലാവർക്കും ഈ പൊതുയോഗം ആദരാഞ്ജലി അർപ്പിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. സ്വാഗത പ്രസംഗത്തിനായി OERയുടെ സെക്രട്ടറി ഷെരീഫ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മൗനമായി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരുവാതിൽക്കോട്ട ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ്റെ 16ാമത് വാർഷിക സമ്മേളനത്തിലും കുടുംബസംഗമത്തിലും പങ്കെടുക്കുന്ന ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ് സാറാണ്. അദ്ദേഹം കോവളത്തുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA V. മുരളീധരൻ സാറ് നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാ മഹത് വ്യക്തികളും വളരെ നേരത്തെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടും വളരെ വിപുലമായിട്ടും ഈ സമ്മേളനം പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ദൈവം കൂടി അതിനനുവദിക്കണമല്ലോ. ഇന്ന് ദൈവം അതിനനുവദിക്കുന്നില്ല. കാരണം ഇന്ന് ഒത്തിരി കലാപരിപാടികളും കലാമേളയും അതുപോലെ തന്നെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഫുഡും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് 3 മണിക്ക് തുടങ്ങിയ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുവാതിൽക്കോട്ട ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ
കഴിഞ്ഞ 2002 മുതൽ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കഴിയുന്നത് നമ്മളുടെ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സഹകരണം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ കുടുംബ സമ്മേളനത്തിൽ, കുടുംബ സംഗമത്തിലും വാർഷിക ആഘോഷത്തിലും പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കാരണം കുറേ പേരിവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ നീട്ടുന്നില്ല. റിപ്പോർട്ട്, അത് സംഘടനാ കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വാർഷികാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 2/8/2026 കലാമത്സരങ്ങളും അതുപോലെ തന്നെ കായിക മത്സരങ്ങളും നടത്തുകയുണ്ടായി. ഇന്ന് സ്റ്റേജിൽ അവതരിപ്പിക്കാനുള്ള കലാമത്സരങ്ങൾ ഇന്ന് രാവിലെ നടത്തുകയും ചെയ്തു. അപ്പോൾ അതിനുള്ള സമ്മാനങ്ങളുമെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവാതിര കളി, കൈകൊട്ടിക്കളി ഇതുണ്ട്. അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. എല്ലാവരും അതെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് മാത്രമേ പോകാവുള്ളൂ. നമുക്കൊരു 10-11 മണി വരെ നീളുന്ന ഒരു പ്രോഗ്രാമാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ആദ്യം അഭ്യർത്ഥിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട